അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട 5ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, നമുക്കിന്ന് നോക്കാനുള്ളത് അഖ്ലാഖിൽ പദവാർഷിക പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള കുറച്ച് മോഡൽ ചോദ്യങ്ങളാണ്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണുക, അതുപോലെ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഇതുപോലെ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കിട്ടാത്തവർ താഴെ പ്ലേലിസ്റ്റിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ അതല്ലെങ്കിൽ പ്ലേലിസ്റ്റിലുണ്ടാവും, അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. അപ്പോൾ നമുക്കൊന്ന് നോക്കാനുള്ള അഖ്ലാഖിൻ്റെ മോഡൽ ചോദ്യങ്ങളാണ്. ആദ്യത്തേത് നാവിൻ്റെ ദോഷങ്ങൾ. നാവിൻ്റെ ദോഷങ്ങൾ കുറേ ഉണ്ട്. അത് ചിലപ്പോൾ 2 അതല്ലെങ്കിൽ 3 അതല്ലെങ്കിൽ മുഴുവനായിട്ടും ചോദിക്കും. ഏതായാലും മുഴുവൻ പഠിച്ചു വെക്കുക. 1 ഏഷണി, 2 പരദൂഷണം, 3 ചീത്ത പറയൽ, 4 ശപിക്കൽ, 5 കളവ് പറയൽ, 6 പരിഹസിക്കൽ. ഇതൊക്കെ നാവിൻ്റെ ദോഷങ്ങളാണ്. രണ്ടാമത്തേത് മനസ്സിൻ്റെ രോഗങ്ങൾ. ഇതുപോലെ തന്നെ മനസ്സിൻ്റെ രോഗങ്ങളും ഇതുപോലെ കുറേ എണ്ണം ഉണ്ട്. അത് കാണാതെ പഠിക്കുക. 1 അസൂയ, 2 അഹങ്കാരം, 3 അത്യാഗ്രഹം, 4 കോപം, 5 ദുശ്ചിന്ത, 6 ലോകമാന്യം, 7 പൊങ്ങച്ചം. ഇതും ചിലപ്പോൾ 3 അല്ലെങ്കിൽ 2 ഉദാഹരണമോ ഒക്കെ വരും. മുഴുവൻ പഠിച്ചു വെക്കലായിരിക്കും നല്ലത്. അടുത്തത് കൽബിൻ്റെ രോഗങ്ങൾക്കുള്ള മരുന്ന്. രോഗങ്ങൾ പറഞ്ഞു, ഇനി ആ രോഗങ്ങൾക്കുള്ള മരുന്നുകൾ അത് 3ാമത്തെ പാഠത്തിൽ തന്നെ പറയുന്നുണ്ട്. അവസാനത്തെ 2ാമത്തെ പാരഗ്രാഫിൽ കാണാം. ഇൽമ് പഠിക്കുക. 1 ഇൽമ് പഠിക്കുക, 2 നല്ലവരുമായി കൂട്ടുകൂടുക, 3 ആരാധനാകർമ്മങ്ങൾ ആത്മാർത്ഥതയോടെ ചെയ്യുക, 4 ദിക്റുകൾ വർദ്ധിപ്പിക്കുക. ഇതൊക്കെയാണ് കൽബിൻ്റെ രോഗങ്ങൾക്കുള്ള മരുന്ന്. അടുത്തത് പൂരിപ്പിക്കാനുള്ളതാണ്. മൻ യളുമൻ ലി മാ ബൈന ലഹിയൈഹി വമാ ബൈന റിജ്ലൈഹി ഡാഷ്. പൂരിപ്പിച്ചു കൊടുക്കാം. മൻ യളുമൻ ലി മാ ബൈന ലഹിയൈഹി വമാ ബൈന റിജ്ലൈഹി അളുമൻ ലഹുൽ ജന്ന. അടുത്തത് ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഡാഷ്. പൂരിപ്പിച്ചു കൊടുക്കുക. ഇത് നമുക്ക് 3ാമത്തെ പാഠത്തിൽ അവസാനത്തെ വരി കാണാം. അതിലുണ്ട് ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. അതിൻ്റെ അർത്ഥം അവിടെ ഉണ്ട് കേട്ടോ. തദ്രീബാത്തിൻ്റെ ഭാഗത്ത് കാണാം. 2ാമത്തത് നിശ്ചയം കൽബിനെ ശുദ്ധിയാക്കിയവൻ വിജയിച്ചു, അതിനെ ദോഷം കൊണ്ട് മൂടിയവൻ പരാജയപ്പെട്ടു. അതാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ ആ ആയത്തും പഠിച്ചു വെക്കുക. അല്ലാഹു തആല പറഞ്ഞതാണ്. അടുത്തത് അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇല്ലം തകുൻ ഡാഷ്. ഇത് 2ാമത്തെ പാഠത്തിലാണ്. 3ാമത്തെ പാരഗ്രാഫിൽ കാണാം. അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. അതിൻ്റെ അർത്ഥം പഠിക്കണം. നീ അള്ളാഹുവിനെ കാണും പോലെ അവന് ഇബാദത്ത് ചെയ്യുക. അവനെ നീ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട്. അത് തദ്രീബാത്തിൻ്റെ ഭാഗത്തിൽ ലാസ്റ്റത്തെ 2 വരിയിൽ 1ാമത്തെ അർത്ഥമാണ് കേട്ടോ. ഇനി അടുത്തത് അല്ലാഹുമ്മ ഹസ്സൻത ഖൽഖി ഡാഷ്. അല്ലാഹുമ്മ ഹസ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുൽഖി. ഇനി അടുത്തത് വമാ ഉമിറു ഇല്ലാ ലിയഅബുദുല്ലാഹ ഡാഷ്. ഇത് നമുക്ക് 2ാമത്തെ പാഠത്തിൻ്റെ ലാസ്റ്റ് കാണാം. വമാ ഉമിറു ഇല്ലാ ലിയഅബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അതിൻ്റെ അർത്ഥം പഠിക്കണം. നിഷ്കളങ്കരായി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനല്ലാതെ മനുഷ്യർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഇനി അടുത്ത പ്രവർത്തനം യോജിച്ചവ ചേർക്കാം. ബ്രാക്കറ്റിൽ നിന്ന് താഴേക്ക് എഴുതി കൊടുക്കേണ്ട പ്രവർത്തനങ്ങളാണ്. 1 മനുഷ്യരെ അധികവും നരകത്തിൽ എത്തിക്കുന്നത്. നമുക്കറിയാം നാവ് അല്ലേ, നാവാണ്. ബ്രാക്കറ്റിലുണ്ട് നാവാണ്. 2 മനസ്സിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. എന്ത്?
മറ്റു അവയവങ്ങൾ. മനസ്സിൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് മറ്റു അവയവങ്ങൾ പ്രവർത്തിക്കുന്നത്. 3. ആരോഗ്യപരമായ നേട്ടം മാത്രം ഉദ്ദേശിക്കരുത്. അതിന് യോജിച്ചത് ഒരു അമൽ കൊണ്ടും ആരോഗ്യപരമായ നേട്ടം മാത്രം ഉദ്ദേശിക്കരുത്. അടുത്തത്, നീ കൂട്ടുകാരാക്കണം. ആരെയാണ് നമ്മൾ കൂട്ടുകാരാക്കേണ്ടത്? ബ്രാക്കറ്റിൽ കാണാം സൽസ്വഭാവികളെ. അവസാനത്തത്, നിന്റെ സ്വഭാവം രൂപീകരിക്കുന്നതിൽ പങ്കുണ്ട്. ആർക്കാണ് പങ്ക്? കൂട്ടുകാർക്കും. സ്വഭാവ രൂപീകരണത്തിന് കൂട്ടുകാർക്കും പങ്കുണ്ട്. ഇനി അടുത്തത്, സൽസ്വഭാവത്തിൽപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്? 2 എഴുതാനാണ്, ഈ 2 ഉദാഹരണങ്ങൾ എഴുതാനാണ് കാര്യമായിട്ട് വരൽ കേട്ടോ. സൽസ്വഭാവത്തിൽപ്പെട്ട കാര്യങ്ങൾ ഈ 2 ഉദാഹരണങ്ങൾ മാത്രം എഴുതിയാൽ മതിയാകും. നന്മ അധികരിപ്പിക്കുക, 2 നല്ല വാക്ക് പറയുക. ഇങ്ങനെ ധാരാളം ഉണ്ട്. 11 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ മുഴുവനും പഠിച്ചു വെക്കുക, നല്ലതാണ്. ഇനി അടുത്തത്, തസ്കിയത്തുൽ ഖുലൂബ്. എന്താണ് തസ്കിയത്തുൽ ഖുലൂബ്? അത് 3-ാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട്. ഉത്തരം, ദുഷിച്ച വിശ്വാസം, വിചാരം, വികാരം എന്നിവയിൽ നിന്ന് ഖൽബിനെ ശുദ്ധിയാക്കലാണ് തസ്കിയത്തുൽ ഖുലൂബ്. ഇനി അടുത്ത ചോദ്യം, ഖൽബിനെ സംബന്ധിച്ച് നബി തങ്ങൾ പറഞ്ഞത്. ഖൽബിനെ സംബന്ധിച്ച് നബി തങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി. അത് ദുഷിച്ചാൽ ശരീരം മുഴുവൻ ദുഷിച്ചു. അറിയുക, അതാണ് ഖൽബ്. അടുത്ത ചോദ്യം, ഇഖ്ലാസ്. എന്താണ് ഇഖ്ലാസ്? വ്യക്തമാക്കുക എന്നുള്ള പ്രവർത്തനമാണ്. ഉത്തരം, അമൽ കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് ഇഖ്ലാസ്. അതുപോലെ ഇഖ്ലാസിന് ഭംഗം വരുത്തുന്ന കാര്യങ്ങൾ പാഠത്തിൽ പറയുന്നുണ്ട്, അതും കൂടെ പഠിക്കുക. അടുത്ത ചോദ്യം, സൽസ്വഭാവം സിദ്ധിക്കാനുള്ള മാർഗങ്ങൾ. സൽസ്വഭാവം സിദ്ധിക്കാനുള്ള മാർഗങ്ങൾ 1-ാമത്തെ പാഠത്തിൽ വ്യക്തമാക്കി പറയുന്നുണ്ട്. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പഠിച്ചു പിൻപറ്റുകയും നല്ലവരോട് സഹവസിക്കുകയും ചെയ്യുന്നതിലൂടെ സൽസ്വഭാവം ശീലിക്കാം. അത് 1-ാമത്തെ പാഠത്തിൽ 3-ാമത്തെ പേജ് ഉണ്ടല്ലോ, ആ പേജിൽ ലാസ്റ്റ് കാണാം, ലാസ്റ്റത്തെ പാരഗ്രാഫിലുണ്ട്. ഇനി ആശയം എഴുതാം. ഖാലിഖിൻ നാസ ബി ഖുലുഖിൻ ഹസനിൻ. ഖാലിഖിൻ നാസ ബി ഖുലുഖിൻ ഹസനിൻ. മനുഷ്യരോട് നീ സൽസ്വഭാവത്തിൽ പെരുമാറുക. അതും ആ പാഠത്തിൽ തന്നെയാണ്, 4-ാമത്തെ പേജിൽ നോക്കിയാൽ കാണാം. ഇനി ഉത്തരം എഴുതാം. 1. സൽസ്വഭാവം എന്നാൽ എന്ത്? ഉത്തരം, പ്രശംസനീയമായ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും പ്രേരകമാക്കുന്ന മാനസികാവസ്ഥക്കാണ് സൽസ്വഭാവം എന്ന് പറയുന്നത്. അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കാം. 2 ആൾ പരസ്പരം ഡാഷ് പറയുകയും ഡാഷ് മറ്റൊരാളേക്കാൾ കൂടുതൽ പറയാതിരിക്കുകയും ചെയ്താൽ ഡാഷ് തുടക്കക്കാരനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു. അത് പൂരിപ്പിച്ചു കൊടുക്കാം. അത് നമുക്ക് 4-ാമത്തെ പാഠത്തിൽ കാണാം കേട്ടോ. 1, 2, 3, 4-ാമത്തെ പാരഗ്രാഫിൽ അതുണ്ട്. 2 ആൾ പരസ്പരം ചീത്ത പറയുകയും ഒരാൾ മറ്റൊരാളേക്കാൾ കൂടുതൽ പറയാതിരിക്കുകയും ചെയ്താൽ കുറ്റം തുടക്കക്കാരനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു. അതാണ് അതിൻ്റെ ആ പൂരിപ്പിക്കാനുള്ള വരി. അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ അഖ്ലാഖിലെ പ്രവർത്തനങ്ങൾ അവസാനിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.